നിഖിലിന്റെ അമ്മ ഷീബ നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ആദ്യം അവരിലേക്ക് പോയതിനു ശേഷം വരാം. നിഖിലിന്റെ അമ്മ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. വലിയ സന്തോഷം തോന്നുന്നുണ്ടോ? വലിയ ആശ്വാസം, ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു വഴികളിലൂടെ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വാക്കുകളില്ല, അനുഗ്രഹം മാത്രം. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം താഴെ ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചതുപോലെ ആയിരിക്കും തോന്നുന്നത്. അത് ന്യൂസ് 18 എന്നൊരു ചാനൽ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ നിഖിൽ, എന്റെ മോൻ ഇന്ന് അറിയപ്പെടുന്ന ഒരാളായി മാറത്തില്ലായിരുന്നു. നിങ്ങളോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാ എനിക്കുള്ളത്. എന്റെ മോനെ കുറിച്ച് ഞാൻ ഐ വെരി പ്രൗഡ് ഓഫ് മൈ സൺ. ഗവർണറുടെ അടുത്ത് പോയി, രാജ്ഭവനിൽ എത്തി, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കൂടി? എങ്ങനെയായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ടിവിയിൽ കണ്ടിട്ടുള്ള ഒരാളെ നേരിട്ട് കാണുമ്പം പുള്ളിയുടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മൾ വിനീതമായിരിക്കണം എന്നുള്ളത് പുള്ളി ശരിക്കും എനിക്കൊരു വലിയൊരു മെസ്സേജാണ് എനിക്ക് കിട്ടിയത് പുള്ളിയുടെ. എനിക്ക് വാക്കുകളില്ല പുള്ളിനെ കുറിച്ച് പറയാനായിട്ട്. സ്നേഹം മാത്രം. പുള്ളി എല്ലാം നോക്കാം, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, വരണം എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ധാരാളമാ. മനസ്സ് നിറഞ്ഞു ഇരിക്കുക. ഒരുപാട് സഹായ വാഗ്ദാനങ്ങളും ഒക്കെ തേടിയെത്തുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിഖിലിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അത്രയും കോൾസ് ഒക്കെ രാവിലെ തൊട്ട് രാത്രി വരെ കോൾസിന്റെ ഇതില്. പിന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞു ആൾക്കാര്. പിന്നെ ഒത്തിരി ചാനൽസ് ഇന്ന് വിളിക്കുന്നുണ്ട് ഇന്റർവ്യൂ. മോന്റെ പരീക്ഷ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. ഇപ്പം ബോർഡ് എക്സാംസ് നടക്കുകയാണ്. അപ്പം മോനെ കുറച്ച് സ്ട്രെയിനാണ് എല്ലാം ഇത് നോക്കിയിട്ട്. പക്ഷെ അവനും വളരെ ഹാപ്പിയാ, ഞാനും ഹാപ്പിയാണ്. ബാക്കിയെല്ലാം അവൻ പറയുന്നു, മമ്മ ഞാൻ പഠിച്ചോളാം, മമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ പഠിക്കും, ബാക്കി ദൈവം ചെയ്തോളും മമ്മ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ BP ഒക്കെ നോക്കിയപ്പോൾ എന്റെ BP ഒക്കെ വളരെ ഹൈ ആയിരുന്നു ഇത്രയും നാളും. അപ്പം എന്റെ BP ഇന്ന് വളരെ ലോ ആയി. അതായത് എന്റെ ടെൻഷൻ, ഞാനൊരു പീസിലായി ഇരിക്കുന്നു ഇപ്പം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറയാനുള്ള പ്രേക്ഷകർക്കും ന്യൂസ് ചാനലിന്റെ അടുത്ത് എല്ലാവർക്കും, ഈ ലോകമെമ്പാടും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടതും ഷിജി സാർ, അവന്റെ ക്ലാസ് ടീച്ചറാ, സ്കൂളിലെ ക്ലാസ് ടീച്ചർ ഷിജി സാറ് ഒരു ആക്സിഡന്റലി ആ ഒരു ക്യാമറ മോനില് ക്യാമറ മൊബൈലിൽ കൊടുത്തിട്ട് അവനെ ആ ന്യൂസ് 18 വന്ന പ്രോഗ്രാമിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്. അതൊരു വലിയൊരു ദൈവാധീനമായിട്ട് ഞാൻ കാണുന്നു. പുള്ളി അങ്ങനെ കൊടുക്കാനും അത് നിഖിൽ അതില് എടുക്കാനും, അശ്വതി നിഖിലിനെ നോട്ട് ചെയ്ത് അശ്വതി നിഖിലിനെ, ഇതെല്ലാം ഞാനൊരു സ്വപ്ന ലോകത്താണോ എന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ റിയാലിറ്റിയിലോട്ട് വന്നില്ല. ഞാനൊരു സ്വപ്ന ലോകത്തിലാണോ അതോ റിയാലിറ്റിയിലാണോ എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാരോടും. പിന്നെ ഒരു താങ്ക്സും കൂടെ നിഖിലിന്റെ സപ്പോർട്ട് ചെയ്ത നിഖിലിന്റെ സ്കൂളിലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ മാം വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നു. മാമിനും ഈ അവസരത്തിൽ ഞാനൊരു നന്ദി പറയുന്നു. എനിക്ക് എപ്പോഴും ന്യൂസ് 18 എന്നെ വിളിക്കുമ്പോ എനിക്ക് ശരിക്കും വാക്കുകളില്ല. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതെല്ലാം വളരെ ആക്സിഡന്റലായിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, സുരേഷ് ഗോപി സാറ് വിളിച്ചു. നിഖിലിനെ ഇന്നലെ വിളിച്ചിരുന്നു. നിഖിൽ സ്കൂളിലായിരുന്നു. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നിഖിലിനെ. അപ്പം നിഖിലിനെ വൈകിട്ട് 5:30 വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാറ്. എനിക്ക് എന്താ പറയുന്നത്, വാക്കുകളില്ല. ഫ്ലവേഴ്സ് TVന്ന് വിളിച്ചിരുന്നു 1 കോടിയിലോട്ട് വരാനായിട്ട് പറഞ്ഞു. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. എനിക്ക് എന്ത് പറയണം, നന്ദി മാത്രം കർത്താവിനോട്, എന്റെ ജീസസിന്റെ അടുത്ത് എനിക്ക് നന്ദി മാത്രം. ഞാൻ ഓൾ ഗ്ലോറി ടു ഗോഡ്, താങ്ക് യു ജീസസ് എന്ന് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയാം.
എനിക്ക് വേറെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി മാത്രം. നന്ദി നന്ദി നന്ദി. ഇനിയുള്ള സമയം പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും പ്രോമിസസുകളും ഷെഫ് പിള്ളയുടെ അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ഒരു ലൈഫിലെ ഇപ്പം പഠിച്ചു കഴിഞ്ഞ് ഒരു കരിയർ എന്താകണം, ആ ഒരു ടെൻഷൻ പോലും കുറഞ്ഞിരിക്കുന്നു നിഖിലിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മുന്നോട്ടുള്ള വഴി ആലോചിക്കുമ്പോൾ അതുപോലും വലിയൊരു ആശ്വാസമായിട്ട് മാറുന്നു അല്ലെ ഈ സമയത്ത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന്റെ ഒരു ഇന്നലെ ഞാൻ BP നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും കുറഞ്ഞു. കാരണം ഇത്രയും ഹൈ ആയിട്ട് ഇരിക്കുന്നതായിരുന്നു കുറെ ദിവസമായിട്ട്. അപ്പം ആ BP കുറഞ്ഞത് ഞാനൊരു പീസിലായിരിക്കാം. കാരണം എനിക്ക് നാളെ എന്തായാലും എന്റെ കുട്ടികൾ സേഫ് ഹാൻഡ്സിലാണ് എന്നുള്ളത് എല്ലാരും കൂടെ ഈ ലോകമെമ്പാടുമല്ലോ എന്നുള്ളത്, എന്റെ അപ്പുനെയും എന്റെ നിഖിലിനെയും. അതുകൊണ്ട് ഞാനിപ്പം വളരെയേറെ തൃപ്തിയാണ്. ഞാൻ വളരെയേറെ പീസിലായിരിക്കുന്നത്, സമാധാനത്തിലിരിക്കുക. തീർച്ചയായിട്ടും.